എല്ലാവർക്കും നമസ്കാരം. സനാതന പുരോഹിത സമാജത്തിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് പിരളിയിൽ പരമേശ്വരൻ നമ്പൂതിരി. കഴിഞ്ഞ ദിവസം ഒരു യോഗത്തിൽ വെച്ചിട്ട് 2-3 പേര് എന്നോട് ചോദിക്കുകയുണ്ടായി, തന്ത്രിമാരുടെ സ്ഥാനം എന്ത് എന്ന് ചോദിച്ചു ഒരു ക്ഷേത്രത്തിൽ. അപ്പോൾ ഞാൻ അവരോട് പറയുകയുണ്ടായി, തന്ത്രിമാർ എന്ന് പറയുന്നത് ആ ക്ഷേത്രത്തിൻ്റെ പരമാധികാരിയാണ്. അതുമാത്രമല്ല, അവിടുത്തെ ദേവൻ്റെ പിതാവായിട്ട് തന്ത്രിയെ എല്ലാവരും കണക്കാക്കണം എന്നാണ്. കാരണം തന്ത്രി തൻ്റെ ജീവകലകളെയാണ് അവിടെ പ്രതിഷ്ഠിക്കുന്നത് എന്ന തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതങ്ങനെ. ആ ജീവകലകളെ പ്രതിഷ്ഠിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള സാധനയും തപസ്സുമുള്ള ആളാണ് തന്ത്രി. അല്ലെങ്കിൽ ആണോ എന്നൊരു ചോദ്യം ഇങ്ങോട്ടില്ല, ആകണം എന്നുള്ളതാണ്. ആ നിലയിൽ തൻ്റെ ജീവകലകളെ അവിടേക്ക് സമർപ്പിക്കുക, അവിടെ ചൈതന്യവത്താക്കി മാറ്റുക, ആ ചൈതന്യത്തെ പ്രതിഷ്ഠിക്കുക ദേവഭാവത്തിൽ. അതുകൊണ്ട് തന്നെ ദേവൻ്റെ പിതാവായിട്ട് ഭക്തന്മാർ തന്ത്രിമാരെ കണക്കാക്കണം എന്നാണ്. എന്നാലോ ദേവനെ തന്ത്രിമാർ അവരുടെ പരമഗുരുവായിട്ട് കാണണം, അല്ലെങ്കിൽ ഈശ്വരനായിട്ട് കാണണം എന്നാണ്. അപ്പോൾ ഇങ്ങനെയൊരു ബന്ധമാണ് ക്ഷേത്ര വിഗ്രഹവും അല്ലെങ്കിൽ ക്ഷേത്ര പ്രതിഷ്ഠയും തന്ത്രിയും തമ്മിൽ ഉണ്ടാകേണ്ടത്, തന്ത്രിയോട് സമൂഹത്തിന് ഉണ്ടാകേണ്ടത്. ഇപ്പോൾ ഇങ്ങനെയൊരു ചോദ്യം ഉയർന്നു വരാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, തന്ത്രിമാർക്ക് ഇത്തരത്തിലുള്ള യോഗ്യത വേണം എന്ന് നമ്മൾ പറയുന്നു. ഈ യോഗ്യത തന്ത്രിമാർക്കുണ്ടോ എന്നുള്ളത് ചിന്താവിഷയമാണ്. ഇന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ തീരുമാനിച്ചാൽ, ഒരു ജ്യോതിഷിയും തീരുമാനിച്ചാൽ തന്ത്രിയെ മാറ്റാൻ സാധിക്കും. അങ്ങനെ പരസ്പരം മത്സരിച്ചുകൊണ്ട് തന്ത്രം സ്വീകരിക്കുന്ന തന്ത്രിമാരും നമ്മളുടെ സമൂഹത്തിലുണ്ട്. ഒരേ ക്ഷേത്രത്തിൽ തന്നെ 2-3 ആൾക്കാർ തന്ത്രം നടത്തുന്ന ക്ഷേത്രങ്ങളുണ്ട്. അതുപോലെ തന്നെ പല തന്ത്രിമാരും ധാരാളം ക്ഷേത്രങ്ങൾ അവരുടെ തന്ത്രത്തിൽ പിടിച്ചിട്ട് മറ്റുള്ളവരെ അവിടെ ഉപയോഗിക്കും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം നമ്മൾ ഈ പറയുന്ന തത്വങ്ങളൊക്കെ എന്ത് ചെയ്തു, അസ്ഥാനത്തായി എന്ന് നമുക്ക് കാണാം. തപസ്വിയായിരിക്കണം തന്ത്രി. തന്ത്രിയുടെ ജീവകലകളെ തന്ത്രിയാണ് അവിടേക്ക് കൊടുക്കുക. നവകം എല്ലാ വർഷവും നടക്കും. ഉത്സവ പരിപാടികളുടെ ഒരു ഭാഗമാണ് നവകം. ചൈതന്യത്തെ കൊടുക്കുകയാണ്. പലപ്പോഴും തന്ത്രിമാർക്ക് അതിനുള്ള സമയമില്ല, അവർക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഇത് തന്ത്രിമാരും അതുപോലെ തന്നെ ജ്യോത്സ്യന്മാരും ചേർന്ന് നടത്തുന്ന ചില രീതികളും ഇവിടെയുണ്ട്. ഓരോ തന്ത്രം കിട്ടാൻ വേണ്ടി തന്ത്രിമാർ ജ്യോത്സ്യന്മാരെ സ്വാധീനിക്കുക, ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നു. അപ്പോൾ ജ്യോത്സ്യം എന്ന് പറയുന്ന, ജ്യോതിഷം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ ഒരു വലിയ ശാസ്ത്രത്തെ നമ്മുടെ ക്ഷേത്രങ്ങളിൽ എന്ത് ചെയ്യുന്നു, തെറ്റായിട്ട് സമൂഹം കാണേണ്ടി വരുന്നു. അല്ലെ, അതിനവർ പ്രേരിപ്പിക്കപ്പെടുകയാണ്. ഇതൊന്നും പഠിച്ചിട്ടുള്ള ആൾക്കാരല്ല സാധാരണ ജനങ്ങൾ, ക്ഷേത്ര ഭാരവാഹികൾ. അതുപോലെ തന്നെ തന്ത്രിയെ സംബന്ധിച്ചും വളരെ ആദരവോടുകൂടിയാണ് ക്ഷേത്രത്തിൽ എല്ലാവരും കാണുക. അതുകൊണ്ട് തന്നെ അവരുടെ ഇഷ്ടത്തിനൊത്ത് എപ്പോഴാണ് പൂജ കഴിക്കേണ്ടതെന്ന് അവർ തീരുമാനിക്കും. അവരെ പൂജ കഴിക്കണമെങ്കിൽ ഇത്ര രൂപ ദക്ഷിണ എന്നവർ തീരുമാനിക്കും. അവർക്ക് തപസ്സോ പഠനമോ ഉണ്ടോ എന്ന് നമുക്ക് ചോദിക്കാനായിട്ടുള്ള അവകാശമില്ല. പാരമ്പര്യ തന്ത്രിമാരെന്ന് അവകാശപ്പെടുന്ന ഒരു വിഭാഗം, അച്ഛൻ തന്ത്രിയായാൽ മാത്രമേ മകന് തന്ത്രിയാകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള നിലയ്ക്ക്. അതുമാത്രമല്ല, ധാരാളം തന്ത്രവിദ്യാപീഠങ്ങൾ ഇന്ന് സാമുദായിക അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ NSS ആയാലും SNDP ആയാലും അതുപോലെ തന്നെ അരേ സമുദായാലും ഇങ്ങനെ ധാരാളം ആൾക്കാർ തന്ത്രവിദ്യ പഠനത്തിന് വേണ്ട വ്യവസ്ഥകളുണ്ട്. പക്ഷേ ക്ഷേത്രത്തിൽ പാരമ്പര്യ തന്ത്രിമാരെന്ന് പറയുന്നവർക്ക് എത്ര തന്ത്രവിദ്യാ പാഠശാലകളുണ്ട് എന്ന് എനിക്കറിയില്ല. അവർ പറയുന്ന അച്ഛനിൽ നിന്ന് പഠിക്കുന്നു എന്നാണ്. എനിക്ക് മിക്കവാറും തന്ത്രിമാരെയൊക്കെ അറിയാം. അച്ഛൻ മരിച്ചു കഴിയുമ്പോഴാണ് അവർ ഇതൊരു വരുമാന മാർഗമായി കണ്ടിട്ട് തന്ത്രത്തിലേക്ക് വരിക. അതുമാത്രമല്ല, അവരുടെ കൂടെ നിൽക്കുന്നവർ അല്ലെങ്കിൽ ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ ഇതിൽ സംഘർഷം ഉണ്ടാകുക. വീതം വയ്ക്കുമ്പോൾ, വസ്തു വീതം വയ്ക്കുന്ന പോലെ അമ്പലം പോലും വീതം വയ്ക്കുന്ന ഒരു സാഹചര്യം ഇന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ താന്ത്രിക അല്ലെങ്കിൽ ഹിന്ദു പൗരോഹിത്യത്തിലെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത കാര്യമാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ഇന്നും സമൂഹം എന്ത് ചെയ്യുന്നു, വളരെ ആദരവോടുകൂടി ഇവരെ കാണുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പഠനമോ പ്രത്യേകിച്ച് തപസ്സോ പ്രത്യേകിച്ച് ജപസാധനകളോ ഒന്നും ആവശ്യമില്ല ഇന്നത്തെ തന്ത്രിമാർക്ക്. അതാണ് അതിൻ്റെ വിഷയം. അപ്പോൾ ഇത് ഞാൻ പറയുന്നത് കുറ്റപ്പെടുത്തലായിട്ടല്ല, നമ്മൾ സ്വയം വിലയിരുത്തേണ്ടതാണ്. സമൂഹം നമ്മളോട് ചോദിക്കുമ്പോൾ, നമ്മൾ അവരോടൊരു കാര്യം പറയുമ്പോൾ നമുക്കത് എന്ത് ചെയ്യണം, ആധികാരികമായിട്ട് പറയണം. പുസ്തകത്തിൽ എഴുതി വെച്ചതുപോലെ പറയുകയല്ല. ഇപ്പം തന്നെ നമ്മുടെ
ഫേസ്ബുക്കിലും മറ്റും ധാരാളം ആൾക്കാർ പ്രഭാഷണമൊക്കെ നടത്തുന്നുണ്ട്. അവർ പറയും ജീവകലകളെ തന്ത്രി എന്ത് ചെയ്യുന്നു, അങ്ങോട്ട് ആവാഹിച്ച് ആ ജീവചൈതന്യം അവിടെ പ്രതിഷ്ഠിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ക്ഷേത്രത്തിലെ ജീവകലകളാണ് ക്ഷേത്രത്തിലുള്ളത് എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ ഈ പുസ്തകത്തിൽ എഴുതി വെച്ചത് കാണാതെ പഠിച്ച് പറയുകയാണ്. എന്നാൽ താത്വികമായിട്ട് അങ്ങനെ സംഭവിക്കുന്നുണ്ടോ? അതിന് യോഗ്യരായ എത്ര പേരുണ്ട്? യോഗ്യത നോക്കിയാണോ അടുത്ത ഒരു തന്ത്രിസ്ഥാനം കൊടുക്കുന്നത്? ഇതൊക്കെ നമ്മൾ ആലോചിക്കണം. അതുപോലെ തന്നെ ഇന്ന് യാതൊരു വിദ്യാഭ്യാസവും ഇല്ലാത്തവർക്ക് കൈയാളാവുന്ന ഒരു മേഖലയായിട്ട് മാറിയിരിക്കുന്നു ക്ഷേത്രത്തിലെ പൗരോഹിത്യം എന്ന് പറയുന്നത്. തന്ത്രി മാത്രമല്ല, പുരോഹിതനും ഇത് തന്നെയാണ്. മേൽശാന്തി എന്ന് പറയുന്നയാൾ തപസ്വിയായിരിക്കണം. അദ്ദേഹവും നിരന്തരമായി ദേവനെ പൂജ ചെയ്ത് ആ ചൈതന്യത്തെ അവിടെ വർദ്ധിപ്പിക്കുന്നയാളാണ് പുരോഹിതൻ എന്ന് പറയുന്നത്. ആ പുരോഹിതന് തൻ്റെ ജീവചൈതന്യത്തെ ദേവചൈതന്യമാക്കി മാറ്റാനുള്ള ശേഷി ഉണ്ടാകണം എന്നാണ്. ഇതും നമ്മൾ ആലോചിക്കണം. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ പൗരോഹിത്യം ആർക്കൊക്കെ ആകാം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ഇന്ന് അങ്ങനെ അല്ല എങ്കിൽ ഇതാണ് ഒരു പ്രധാനപ്പെട്ട പുരോഹിതൻ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുകയെങ്കിലും വേണം. ആ തരത്തിൽ ഒരു സ്ഥാനത്താണ് നമ്മൾ ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കി അതിനു വേണ്ട യോഗ്യത നേടിയെടുക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതുമുണ്ട്. ഇപ്പോൾ തന്നെ ശബരിമലയിൽ ഇൻ്റർവ്യൂവിൽ വരുന്ന സമയത്ത് അവിടെ നമുക്കറിയാം, അവിടെ പൗരോഹിത്യത്തിലേക്ക് ചെല്ലുന്ന ആൾക്കാർക്ക് എത്ര വർഷത്തെ സർവീസ് ഉണ്ടാകണം ക്ഷേത്രങ്ങളിൽ പൂജ ചെയ്ത്. 2, വേദാന്ത പഠനത്തിൽ അവർക്ക് എത്രമാത്രം പ്രാവീണ്യമുണ്ട്, സംസ്കൃതത്തിൽ അവർക്ക് എത്ര പഠനമുണ്ട്, അതുപോലെ തന്നെ താന്ത്രിക കർമ്മങ്ങളിൽ അവർക്ക് എത്രമാത്രം അവഗാഹമുണ്ട്, പൊതു കാര്യങ്ങളിൽ അവർക്ക് എത്രമാത്രം അറിവുണ്ട്. ഇതൊക്കെ പരീക്ഷിക്കും ഇൻ്റർവ്യൂവിൽ. പക്ഷേ ഇതൊന്നുമില്ലാതെ തന്ത്രിയെ തിരഞ്ഞെടുക്കാം. കാരണം അച്ഛൻ തന്ത്രിയാണെങ്കിൽ മകന തന്ത്രിയാണ്, അയാൾക്ക് ഇതൊന്നും ആവശ്യമില്ല. അതുമാത്രമല്ല, ഇതൊക്കെ അറിയുന്ന ഒരാളായിരുന്നു തന്ത്രിയെങ്കിൽ ഇൻ്റർവ്യൂവിൽ തന്ത്രിമാർ മാത്രം മതിയായിരുന്നു. ഇപ്പോൾ തന്ത്രിമാർ മാത്രമല്ല, ജനറൽ നോളജിന് വേറൊരാളാണ്, സംസ്കൃത പഠനത്തിന് വേറൊരാളാണ്. അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ സഹസ്രനാമം കൊണ്ട് അർച്ചനകൾ അല്ലെങ്കിൽ ലക്ഷാർച്ചനകളൊക്കെ നടക്കാറുണ്ട്. അതുപോലെ തന്നെ വേദമന്ത്രങ്ങൾ കൊണ്ടുള്ള പൂജകൾ ഉണ്ടാകാറുണ്ട്. അവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും വേറെ ആൾക്കാരെയാണ് ഉപയോഗിക്കുക. അവിടെയൊക്കെ തന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് ചെയ്യുന്നു എന്നുള്ളതായത് അദ്ദേഹത്തിനൊന്നും അറിയില്ല. അപ്പോൾ അടിസ്ഥാനപരമായ യോഗ്യത ഉണ്ടാകണം. ഇനി യോഗ്യത നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് ആലുവയിലെ തന്ത്രവിദ്യാപീഠം പോലെയുള്ള തന്ത്രവിദ്യാപീഠങ്ങളുണ്ട്. അവിടെ നിന്ന് പഠിച്ചിറക്കുന്നവർക്ക് തന്ത്രിസ്ഥാനം ഇല്ല. കാരണം അങ്ങനെ വരുന്നിട്ടുള്ള ആൾക്കാരെ മറ്റുള്ള പാരമ്പര്യ തന്ത്രിമാർ അംഗീകരിക്കില്ല. ഇതൊക്കെ അതിനകത്തെ ഒരു വിഷയമാണ്. ഇത്തരത്തിൽ നമ്മുടെ ക്ഷേത്രത്തിലെ പൗരോഹിത്യം ഏതൊരാൾക്കും, വിദ്യാഭ്യാസമൊന്നും ആവശ്യമില്ല, ഏതൊരാൾക്കും അത് കൈകാര്യം ചെയ്യാം എന്നുള്ള നിലയിൽ ആണ് മുന്നോട്ട് പോകുന്നത്. ഇതിന് ഒരു മാറ്റം വരണം എന്ന് പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത് ക്ഷേത്രത്തിലെ തന്ത്രിമാരുടെ ഇന്നത്തെ സംഘടനകളുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സംഘടനയുടെ യോഗം നടന്നു. അപ്പോൾ ആ യോഗത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യണം. ക്ഷേത്രത്തിൽ എങ്ങനെയായിരിക്കണം. ഇപ്പോൾ ഇന്ന് തന്നെ ഞാൻ നോക്കുമ്പോൾ ശബരിമലയിൽ കെട്ടിനകത്ത് കർപ്പൂരം ആവശ്യമില്ല, അതുപോലെ തന്നെ സാമ്പ്രാണി ആവശ്യമില്ല. അതിനകത്ത് ആവശ്യമുള്ളത് ആകപ്പാടെ ഏതാണ്? ഭഗവാന് നിവേദ്യത്തിന് ആവശ്യമായ ഒരു പിടി അരിയും ഒരു നാളികേരവും അടിച്ചു കയറാനുള്ള നാളികേരവും നെയ്ത്തേങ്ങയും മതി എന്ന് തന്ത്രി അദ്ദേഹം പറയുകയുണ്ടായി. നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ വറപൊടി നിവേദ്യം നടക്കാറുണ്ട്, അത് നമ്മൾ കൊണ്ടുപോകാറുണ്ട്. അതുപോലെ നെയ്ത്തേങ്ങ കൊണ്ടുപോകാറുണ്ട്, അത് നെയ്ത്തേങ്ങയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സാധനങ്ങളും അതിൽ കൊണ്ടുപോകാറുണ്ട്. അതുപോലെ തന്നെ ദക്ഷിണ അതിൽ സമർപ്പിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ കൃത്യമായ അവഗാഹം നമുക്കുണ്ടാവണം. അതുപോലെ തന്നെ നമുക്കറിയാം, ഒരു 4 വർഷം മുൻപ് വരെ മാളികപ്പുറത്തമ്മയുടെ സങ്കല്പം ഭഗവാന്റെ ഒരു പ്രേമഭാജനം എന്നുള്ള നിലയിലായിരുന്നു എന്ന് പറഞ്ഞു. അതിനെയൊക്കെ കൃത്യമായിട്ട് അതൊക്കെ തെറ്റാണെങ്കിൽ തെറ്റാണ് എന്ന് പറയേണ്ട ആൾ തന്ത്രിയാണ്. അതുപോലെ തന്നെ വാപുരൻ തുടങ്ങിയതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്ന് വളരെ ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വ്യക്തമായ കാഴ്ചപ്പാട് കൊടുക്കേണ്ട ആൾ തന്ത്രിയാണ്. പക്ഷേ തന്ത്രിമാർ മൗനം ദീക്ഷിക്കുന്നു. അവിടെ കളം വരയ്ക്കുന്ന കുന്നക്കാട്ട് കുടുംബത്തിലെ ആൾക്കാരാണ് പറഞ്ഞത്, അവിടെ ശാസ്താവിൻ്റെ രൂപം എങ്ങനെയാണ്,
മാളികപ്പുറത്തേക്ക് പോകുന്ന ആ വിളക്കെഴുന്നള്ളിപ്പ് എന്താണ്, മണിമണ്ഡപം എന്താണ്, മണിമണ്ഡപത്തിലെ സങ്കല്പം എന്താണ്, അയ്യപ്പൻ ആരാണ്, ഇതൊക്കെ വളരെ വിശദമായിട്ട് അവരാണ് പറഞ്ഞത്. ആ സ്ഥാനത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് ആരാണ്? തന്ത്രിമാരാണ് സമൂഹത്തോട് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ ശരിയായ കാഴ്ചപ്പാടുണ്ടാകണം. ഭസ്മക്കുളം വേറെ മാറ്റി സ്ഥാപിക്കണമെന്ന് പറഞ്ഞു, അതിനെപ്പറ്റി തീരുമാനം എടുക്കേണ്ട തന്ത്രിയാണ്, കോടതിയില്ല. അപ്പോൾ ആ നിലയിൽ ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ച് സകലവിധമായിരിക്കുന്ന ഉത്തരവാദിത്വവും തന്ത്രിക്കുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അതിൽ തന്ത്രിമാർ വെറുതെ പൂജ ചെയ്ത് പോകുന്നവർ മാത്രമായിട്ട് മാറരുത്. ദക്ഷിണ വാങ്ങിച്ചിട്ട് പോകുന്നവരായിട്ട് മാത്രമാണ് ഇന്ന് തന്ത്രിമാരുള്ളത്. അത് മാറണം. അതാണ് തന്ത്രിയുടെ സ്ഥാനം. പരമഗുരുവാണ്, ദേവൻ്റെ പ്രതിരൂപമാണ് തന്ത്രി. അതിന് തക്കതായ യോഗ്യത ആർക്കൊക്കെ ഉണ്ട്, എങ്ങനെയൊക്കെ ഉണ്ട് എന്ന് കേരളത്തിലെ പ്രമുഖരായ പൗരോഹിത്യത്തിന് നേതൃത്വം കൊടുക്കുന്ന സംഘടനകളായാലും മറ്റുള്ളവരായാലും ചിന്തിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ തന്ത്രി സ്ഥാനത്തേക്ക് ഓരോരുത്തർ വരുമ്പോൾ അവരുടെ യോഗ്യത നിർണ്ണയിക്കാൻ എന്താണ് പദ്ധതി എന്നും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അല്ലാതെ എൻ്റെ മകൻ, ഞാൻ തന്ത്രിയാണ്, എൻ്റെ മകനും തന്ത്രിയാകുന്നു, അതല്ല. അവൻ എന്ത് യോഗ്യതയുണ്ട്, അതിനൊരു പ്രത്യേകമായ സംവിധാനം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ഇതൊക്കെ ആലോചിച്ച് പ്രവർത്തിക്കേണ്ട ആചാര്യന്മാർ അതിനനുസരിച്ച് പ്രവർത്തിച്ചില്ല എങ്കിൽ അത് നമ്മുടെ ഈ സമൂഹത്തിന് വളരെയധികം ദോഷം ചെയ്യും എന്നുള്ളതിൽ സംശയമില്ല. അതുകൊണ്ട് തന്ത്രിസ്ഥാനം എന്ന് പറയുന്ന വളരെ ഉന്നതമായ സ്ഥാനമാണ്. ക്ഷേത്രത്തിൻ്റെ പിതാവ് എന്നുള്ള, ക്ഷേത്രദേവൻ്റെ പിതാവ് എന്നുള്ള സ്ഥാനമാണ്. സമൂഹം അങ്ങനെ ആദരിക്കേണ്ടവനാണ്. പക്ഷേ ഇത് ഓരോ തന്ത്രിക്കും അറിയണം.